السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 32ാമത്തെ ആയത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കപ്പെട്ട പോലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ അൽ ഹക്കീം എന്ന നാമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഈ ആയത്തിൽ അള്ളാഹുവിന്റെ 2 നാമങ്ങളാണ് പ്രതിപാദിക്കപ്പെട്ടത്. അതിന്റെ പശ്ചാത്തലം കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യവർഗത്തിന് ചില സവിശേഷതകളുണ്ട് എന്നും അവരുമായി മലക്കുകളെ താരതമ്യം ചെയ്യുമ്പോൾ മലക്കുകൾ വളരെ പരിശുദ്ധരും ഉത്തമന്മാരുമായ സൃഷ്ടികളാണ് എങ്കിലും മലക്കുകൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ മനുഷ്യനുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് വ്യക്തമാക്കി കൊടുത്തു. സൂറത്തുൽ ബഖറയിലെ 31ാമത്തെ ആയത്തിൽ കാണാം, അള്ളാഹു ആദം അലൈഹിസ്സലാമിന് പേരുകളെല്ലാം പഠിപ്പിച്ചു. പിന്നീട് ആ പേരിട്ടവയെ അള്ളാഹു മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവയുടെ പേരുകൾ അള്ളാഹുവിന് പറഞ്ഞുകൊടുക്കുവാനും പറഞ്ഞു. ആ സമയം മലക്കുകൾക്ക് അതിന് സാധിച്ചില്ല. ആ മലക്കുകൾ അപ്പോൾ പറഞ്ഞത്, നീ മഹാപരിശുദ്ധനാണ്, നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത യാതൊരു അറിവും ഞങ്ങൾക്കില്ല. അതിനുശേഷം മലക്കുകൾ പറയുന്നതാണ്, ഇന്നക അൻതൽ അലീമുൽ ഹക്കീം, നീ തന്നെയാണ് സർവജ്ഞനും അൽ ഹക്കീമും എന്നാണ്. ഇവിടെ പറഞ്ഞ സസൂക്ഷ്മമായി എല്ലാം അറിയുന്നവൻ എന്ന അർത്ഥം വരുന്ന അൽ അലീം എന്ന നാമത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ അൽ ഹക്കീം എന്ന നാമമാണ്. അതിനു മുമ്പ് സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അള്ളാഹുവിന്റെ അൽ അലീം എന്ന നാമത്തോട് ചേർത്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ അൽ ഹക്കീം എന്ന നാമം ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്, ഈ ആയത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഖുർആനിൽ വന്ന അള്ളാഹുവിന്റെ നാമങ്ങൾ മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങളിൽ തനിച്ചു പറയപ്പെടുന്ന നാമങ്ങളാണ് കൂടുതലും ഖുർആനിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെ അള്ളാഹുവിന്റെ അൽ അലീം എന്ന നാമത്തോട് ചേർത്തുകൊണ്ടാണ് അൽ ഹക്കീം എന്ന നാമം വന്നിട്ടുള്ളത്. ഈ രൂപത്തിൽ ഖുർആനിലും സുന്നത്തിലും ഇത്തരം നാമങ്ങളെ ചേർത്തു പറഞ്ഞ സ്ഥലങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്, അതായത് ഇങ്ങനെ 2 നാമങ്ങൾ ചേർത്തു വരുന്നതിനെയാണ് അൽ അസ്മാഉൽ മുഖ്തരിന, അൽ അസ്മാഉൽ മുഖ്തരിന എന്ന് സാങ്കേതികമായി പറയാറുള്ളത്. ഇത് അറിയിക്കുന്നത് എന്താണ് എന്നതിനെ പറ്റിയൊക്കെ വിശദമായി ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി നമുക്ക് അൽ ഹക്കീം എന്ന നാമവും ആ നാമത്തിന്റെ തേട്ടങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കാം. പരിശുദ്ധ ഖുർആനിൽ 94 സ്ഥലങ്ങളിൽ അൽ ഹക്കീം എന്ന അള്ളാഹുവിന്റെ നാമം വന്നിട്ടുണ്ട്. ഈ അൽ ഹക്കീം എന്ന നാമത്തിന് 3 തേട്ടങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തേത് ദുൽ ഹുക്കും എന്ന വിശേഷണമാണ്. എന്താണ് ദുൽ ഹുക്കും എന്നത് അർത്ഥമാക്കുന്നത്? അള്ളാഹു ഹുക്കുമ് ഉള്ളവൻ അഥവാ വിധി തീർപ്പ് കൽപ്പിക്കുന്നവനാണ് എന്നതാണ് അത് അറിയിക്കുന്നത്. അൽ ഹക്കീം എന്ന നാമത്തിന്റെ 2ാമത്തെ തേട്ടം അത് അൽ മുഹ്കിമാണ്. കാര്യങ്ങൾ പ്രബലമാക്കുകയും കുറ്റമറ്റതാക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു എന്നാണ് അൽ മുഹ്കിം എന്ന അള്ളാഹുവിന്റെ ഈ വിശേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അൽ ഹക്കീം എന്ന നാമത്തിന്റെ 3ാമത്തെ തേട്ടമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അത് ദുൽ ഹിക്മയാണ്. അള്ളാഹു ഹിക്മത്തുള്ളവനാണ്. ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് കൊണ്ട് ശ്രേഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കലാണ് ഹിക്മത്ത്. അപ്പോൾ ഇവിടെ അള്ളാഹു ഹിക്മത്തുള്ളവനാണ് എന്ന് പറയുമ്പോൾ കാര്യങ്ങളെ ഭദ്രമാക്കുകയും കുറ്റമറ്റതാക്കുകയും വസ്തുക്കൾ വെക്കേണ്ടിടത്ത് വെക്കേണ്ട പ്രകാരം വെക്കേണ്ട തോതിൽ ഏറുകയോ കുറയുകയോ ചെയ്യാതെ, മുന്തുകയോ പിന്തുകയോ ചെയ്യാതെ വെക്കുന്നവനാണ് അൽ ഹക്കീമായ അള്ളാഹു. അപ്പോൾ അള്ളാഹുവിന്റെ അൽ ഹക്കീം എന്ന നാമത്തിൽ ഇവിടെ സൂചിപ്പിച്ച ഈ 3 തേട്ടങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ ഈ നാമം മനസ്സിലാക്കി കഴിഞ്ഞാൽ വിധിയുടെ സമ്പൂർണതയും ഹിക്മത്തിന്റെ സമ്പൂർണതയും അള്ളാഹുവിന് മാത്രമാണ് എന്ന് അൽ ഹക്കീം എന്ന അള്ളാഹുവിന്റെ നാമം സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു തന്റെ അടിമകൾക്കിടയിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ് വിധിക്കുന്നത്. അള്ളാഹുവിന്റെ ഈ വിധിയെ തടുക്കുന്നവരായി ഒരാളും തന്നെ ഇല്ല എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. അള്ളാഹുവിന്റെ തീരുമാനത്തെ മാറ്റം വരുത്തുവാൻ ഒരു സൃഷ്ടിക്കും സാധിക്കുകയില്ല. അൽ ഹക്കീമായ അള്ളാഹുവിന്റെ ഹുക്കുമിൽ
പങ്കാളിയായി ആരും തന്നെയില്ല. വല്ലാഹു യഹ്കുമു ലാ മുഅഖിബ ലിഹുക്മിഹി, അല്ലാഹു വിധിക്കുന്നു, അവന്റെ വിധി ഭേദഗതി ചെയ്യുവാൻ ആരും തന്നെയില്ല എന്ന് സൂറത്തുൽ റഅദിലെ 41-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ലോകത്ത് ഇന്ന് എന്തെല്ലാം നടക്കുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ചാണ് നടക്കുന്നത്. അതിലൊന്നും തന്നെ ആർക്കും മാറ്റിമറിക്കുവാൻ വേണ്ടി, ഭേദഗതി ചെയ്യുവാൻ വേണ്ടി ആർക്കും സാധിക്കുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. അള്ളാഹുവിന്റെ തീരുമാന അധികാരത്തിൽ ആരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കാളിയാക്കുകയില്ല. അൽ കഹഫിലെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ, തന്റെ തീരുമാനാധികാരത്തിൽ യാതൊരാളെയും അവൻ പങ്കു ചേർക്കുകയില്ല. മനുഷ്യൻ പാലിക്കേണ്ട വിധിവിലക്കുകൾ നിശ്ചയിക്കുവാനും ഒരു കാര്യം ഹലാലാക്കുവാനും ഹറാമാക്കുവാനും അതിനുള്ള അർഹത സഹോദരങ്ങളെ അത് അൽ ഹക്കീമായ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. കാരണം അള്ളാഹുവിനാണ് സൃഷ്ടിപ്പും ശാസനാധികാരവുമുള്ളത്, അള്ളാഹുവിന്റെ പക്കലാണ് കൈകാര്യ കർത്തൃത്വമുള്ളത്. അലാ ലഹു ഖൽഖുൽ വൽ അംർ, അലാ ലഹുൽ ഖൽഖു വൽ അംർ, അറിയുക സൃഷ്ടിപ്പും ശാസനാധികാരവും അവനു തന്നെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിലെ 54-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ഖസസിലെ 70-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറ വലഹുൽ ഹുക്മു വഇലൈഹി തുർജഊൻ, അവനത്രേ അല്ലാഹു, അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല, ഈ ലോകത്തും പരലോകത്തും അവന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും, അവനാണ് വിധികർത്തൃത്വവും, അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുന്നതാണ് എന്ന്. സഹോദരങ്ങളെ, ഒരിക്കൽ ഒരു അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുവാൻ, ഒരു വചനം പഠിപ്പിച്ചു തരുവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ പഠിപ്പിച്ച ഒരു ദുആ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ഏതാണ് ആ ദുആ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല, അവൻ ഏകനാകുന്നു, അവന് യാതൊരു പങ്കുകാരുമില്ല. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ, അല്ലാഹു അക്ബർ കബീറൻ എന്ന് ഞാൻ തക്ബീർ ചൊല്ലുന്നു, അൽഹംദുലില്ലാഹി കസീറൻ എന്ന് ഹംദ് ചൊല്ലുന്നു. സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം, ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിന്റെ പരിശുദ്ധി ഞാൻ തസ്ബീഹ് ചൊല്ലി നിർവഹിക്കുന്നു. അസീസും ഹക്കീമുമായ അള്ളാഹുവെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും ചലനശേഷിയുമില്ല എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ സഹോദരങ്ങളെ, ആ അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇത് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആ അഅറാബി പറയുകയാണ്, ഇതെല്ലാം എന്റെ റബ്ബിനുള്ളതാണ് എന്ന്, എനിക്കെന്താണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക. മരുഭൂമിയിൽ താമസിക്കുന്ന കേവലം അഅറാബിയായ ഒരു വ്യക്തി പോലും അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ എന്റെ റബ്ബിലുള്ളതാണ് എന്ന്, എന്റെ റബ്ബിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് എന്ന്. അങ്ങനെ അസീസും ഹക്കീമും അള്ളാഹു ആണ് എന്ന് മനസ്സിലാക്കിയ ആ അഅറാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ദുആ. താങ്കൾ അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ, എന്നോട് നീ കരുണ കാണിക്കണമേ, എനിക്ക് സന്മാർഗം കാണിക്കുകയും ഉപജീവനം കനിയുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുവാൻ വേണ്ടി ആ അഅറാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ അല്ലാഹു അൽ ഹക്കീമാണ് എന്ന് പറയുമ്പോൾ തന്റെ സൃഷ്ടികളിൽ വിധി തീർപ്പ് കൽപ്പിക്കുന്ന, കാര്യങ്ങൾ പ്രബലമാക്കുകയും കുറ്റമറ്റതാക്കുകയും ചെയ്യുന്ന സമ്പൂർണമായ ഹിക്മത്തുള്ളവനാണ് അള്ളാഹു എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ എവിടെയൊക്കെ നമ്മൾ അൽ ഹക്കീം എന്ന് കണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ അള്ളാഹുവിനെ ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 32-ാമത്തെ ആയത്തിന്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാഹ് അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും അത് കേൾക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.